ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം പാസ്സായവരെ സംബന്ധിച്ചോളം അവരുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഇന്നു മുതൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആരും ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നു മുതൽ 1 ഇയർ വരെ ഫൈൻ ഇല്ലാതെയും അതിനുശേഷം ഫൈനോടുകൂടിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ലൈഫ് ലോങ് നമുക്കൊരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അല്ലാതെ ഇത്ര ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ല. 1 ഇയറിനുള്ളിൽ ചെയ്താൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഫൈൻ ഇല്ലാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് അറസ്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ നോക്കാം. നമ്മൾ ഇവിടെ ഈ ക്ലിക്ക് ടു റിസൾട്ട് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഗെറ്റിംഗ് സെറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, ക്ലിക്ക് ടു ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഒബ്റ്റൈനിങ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ എടുത്ത ആപ്ലിക്കേഷൻ അത് കോപ്പി എടുത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ റോൾ നമ്പരും നമ്മളുടെ സബ്ജക്റ്റും നമ്മളുടെ ഡിസ്ട്രിക്റ്റും നമ്മൾ ഓപ്റ്റ് ചെയ്ത ഡിസ്ട്രിക്റ്റും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഓർക്കേണ്ടത് ഇവിടെ കുറേ ലിസ്റ്റ് ഓഫ് എൻക്ലോഷേഴ്സ്, നമ്മൾ എന്തൊക്കെ സാധനങ്ങളുടെ കോപ്പികളാണ്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികളാണ്, ആ കോപ്പികൾ അറ്റസ്റ്റഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഏതൊക്കെ കോപ്പികളാണ് നമുക്ക് ആവശ്യം. നമ്മളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പ്രൂവ് ചെയ്യാനായിട്ട് SSLC ബുക്കിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള പേജ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പം മിക്കവർക്കും ഒറ്റ പേജേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പേജ്. ദെൻ നമ്മളുടെ സർട്ടിഫിക്കറ്റ്, അത് പ്രൊവിഷണലോ അല്ലെങ്കിൽ ഒറിജിനലോ ആവാം. ദെൻ അതുപോലെ മാർക്ക് ലിസ്റ്റ്, ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡ് ഷീറ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിനേഷൻ, PG എക്സാമിനേഷൻ്റെ ഏതൊക്കെ വേണം, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ, പ്രൊവിഷണൽ ആണെങ്കിൽ പ്രൊവിഷണൽ, ദെൻ മാർക്ക് ലിസ്റ്റുകളും വേണം. ദെൻ അടുത്തത് നമ്മളുടെ BEdൻ്റെ എന്താണ് സർട്ടിഫിക്കറ്റ്. ദെൻ അതിന് സർട്ടിഫിക്കറ്റിനകത്ത് ഒന്നെങ്കിൽ പ്രൊവിഷണൽ ആവാം അല്ലെങ്കിൽ ഒറിജിനൽ ആവാം. ദെൻ അതുകൂടാതെ എല്ലാ മാർക്ക് ലിസ്റ്റുകളും വേണം BEdൻ്റെ. Then recognition of equivalency certificate in the case of candidates who have passed their qualifying examination from university outside Kerala. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിൽ അതിൻ്റെ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, അത് വേണം. ദെൻ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് ദോസ് ഹു പാസ് ദെയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇൻ ദ കേസ് ഓഫ് സബ്ജക്ട് നോട്ട് മെൻഷൻ ക്ലോസ് 2.2 ഓഫ് ദ പ്രോസ്പെക്ടസ്. ഒന്ന് വായിച്ച് നോക്കാം. ഇത് കൃത്യമായിട്ട് അതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് സെറ്റ് പാസ്സാവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ പാസ്സായിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ്. ദെൻ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പ്രൂവിങ് ദിയർ ഡിസബിലിറ്റി. ഇത്രയും കോപ്പി, ഇത്രയും സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി ഓർത്ത് വെക്കുക. ഇത്രയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അത് എങ്ങനെയായിരിക്കണം, അറ്റസ്റ്റഡ് ബൈ ദ ഗസറ്റഡ് ഓഫീസർ. ഇനി കുറച്ച് സാധനത്തിൻ്റെ ഒറിജിനൽ വെക്കാനുണ്ട്. ഏതൊക്കെയാണ് ഒറിജിനൽ ഡോക്യുമെൻ്റ് വെക്കേണ്ടത്? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് SC/ST കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചോളം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വെക്കണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് OBC കാൻഡിഡേറ്റിന് നമ്മുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇവിടെ കൃത്യമായിട്ട് ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 17/3/2003 5/5/2004 ഇടയിലായിരിക്കണം സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ്. അതിന് ഇടയിൽ വരാത്തത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ദെൻ ഡിക്ലറേഷൻ, ഇവിടെ നമുക്കൊരു ഓക്കെ, ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് ഫൈനൽ ഇയർ PG BEd സ്റ്റുഡൻസിൻ്റെ കേസിൽ എന്ത് വേണം, നമുക്കറിയാം അവരിപ്പം അവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ കയ്യിലില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അവർക്കൊരു അഡീഷണൽ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അപ്പോൾ അത് കാണിക്കാം. ഇവിടെ കണ്ടോ, അതായത് കാൻഡിഡേറ്റ്സ് ദോസ് ഹു ആർ അപ്ലൈഡ് ഫോർ സെറ്റ് എക്സാമിനേഷൻ വിൽ ദേ ആർ ഇൻ ഫസ്റ്റ് ഇയർ ഓഫ് PG ഓർ BEd കോഴ്സ് ആർ നോട്ട് എലിജിബിൾ. അവർ എലിജിബിൾ അല്ല. ഇനി ഫൈനൽ ഇയർ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ഹു ഹാവ് ടു സബ്മിറ്റ് എ ഡിക്ലറേഷൻ ഡ്യൂലി സൈൻ ബൈ ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടുത്തെ പ്രിൻസിപ്പൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷനും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ നമ്മളുടെ പേര് എഴുതി, ഇത് നമ്മളുടെ സൈനും ദെൻ സിഗ്നേച്ചർ ആരുടേതാണ്, പ്രിൻസിപ്പളിൻ്റെ പേരും സിഗ്നേച്ചറും ഇട്ട് ഇത് നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. പ്രൊവിഷണലോ ഒറിജിനലോ കിട്ടിക്കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കേണ്ട അഡ്രസ്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കോപ്പി വേണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇത്രയും വേണം. ഇതുകൂടാതെ സെൽഫ് അഡ്രസ്ഡ് A4 സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ് വിത്ത് പോസ്റ്റൽ സ്റ്റാമ്പ് വർത്ത് ₹40 അഫിക്സ്ഡ് ഓൺ ഇറ്റ് ഷുഡ് ബി സെൻഡ് അലോങ് വിത്ത് ദ എബോവ് ഐറ്റം. അതായത്
നമ്മൾ ഇത്രയും സാധനത്തിൻ്റെ കോപ്പിയും ഈ പറയുന്ന ഡോക്യുമെൻസിൻ്റെയൊക്കെ ഒറിജിനലും അതിനോടൊപ്പം ഒരു വലിയ കവറും A4 സൈസിൽ വരുന്ന ഒരു നമ്മുടെ ക്ലോത്ത് ലൈൻഡ് ആയിട്ടുള്ള കവർ എൻവലപ്പ് ഉണ്ടല്ലോ, ആ ഒരു കവറും കൂടെ ഇടണം. ആ കവറിൽ 40 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. അതിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട നമ്മളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും കൃത്യമായിട്ട് അതിൽ എഴുതി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. കാരണം ആ അഡ്രസ്സിലേക്ക് ഈ സ്റ്റാമ്പ് വെച്ച് അവർ നമുക്ക് ഈ കവറിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നത്. അപ്പോൾ അത് മറക്കരുത്. അതുകൂടാതെ നമ്മൾ മറ്റൊരു കവറിൽ ഇതെല്ലാം കൂടി ഇട്ട്, അതായത് ഈ കോപ്പികളും ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഈ കവർ കൂടി ഇട്ട് നമ്മൾ മറ്റൊരു കവറിലിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ആ കവറിന് പുറത്ത് നമ്മൾ അയച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ എങ്ങോട്ടാണ് സെൻഡ് ചെയ്യുന്നത്, ദ ഡയറക്ടർ, LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദവനം, പാളയം, തിരുവനന്തപുരം 695033 എന്ന് പറയുന്ന അഡ്രസ്സിൽ ആണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറിയാനായിട്ട് നമ്മളുടെ ഈ പറയുന്ന നമ്പർ, ഇത് മുഴുവൻ LBSൻ്റെ നമ്പറുകളാണ്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും അവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അവർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് മറുപടി തരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മളുടെ സെറ്റ് എക്സാമിന് ഇപ്പോൾ ഇനി ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ, നമുക്ക് അറിയാം ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ ആ ചെറിയ സമയത്തിനുള്ളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനും അത് പാസ്സാവാനും ഹൈംസ് അക്കാഡമിയുടെ ട്രെയിനിങ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വളരെ മികച്ച രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് പേപ്പർ 1 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്ജക്ട്സ് നമുക്ക് അധികമായിട്ടില്ല. നമ്മൾ നിലവിൽ പേപ്പർ 2 കൊമേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. പേപ്പർ 2 കൊമേഴ്സ് ആണെങ്കിലും വളരെ കൃത്യതയോടുകൂടി, നിങ്ങൾ ഇതുവരെ നമ്മൾ കൊമേഴ്സ് എന്ന് പറഞ്ഞ പേപ്പറെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സെറ്റ് പാസ്സാവാൻ മാത്രമല്ല, പിന്നീട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂവിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ആർജവും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.